ഓൾ വെൽക്കം ബാക്ക്. ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത്. ഈവനിങ് വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു സൺഡേ ആണ്. സൺഡേ ഈവനിങ് നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമുക്കവിടെ പോവുക, പിന്നെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വീഡിയോസ് അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ ക്ലിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കണ്ടിട്ട് വരൂ കേട്ടോ. ശരിക്കും നമുക്കിപ്പോൾ കഴിഞ്ഞ് പോയ വീക്കെൻഡ് എന്ന് പറയുകയാണെങ്കിൽ വലിയൊരു ലോങ് വീക്കെൻഡ് ആയിരുന്നു കേട്ടോ. കാരണം നമുക്കിവിടെ ശനി ഞായർ പിന്നെ ഫാമിലി ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ ആയിരുന്നു മൺഡേ ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ഒരു ലോങ് വീക്കെൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സൺഡേ ആയപ്പോൾ നമ്മളിങ്ങനെ പൂളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളായിരുന്നു. ഇത് കണ്ടില്ലേ, പോകുന്ന വഴിക്ക് ഇവിടെ സ്നോവും കാര്യങ്ങളൊക്കെ അതേപോലെ റോഡിൽ ഇവർ കറക്റ്റ് സമയത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കിവിടെ പെർമിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്പീഡിലാണ് ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ അതേപോലെ ചെന്നിട്ട് ചെറിയ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വിൻ്ററിൽ അത് കൂടുതലായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ പോവുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും ഒരു 15 മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഡ്രൈവ്. നമ്മൾ അവിടെ എത്തി. ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് -13 നിയറസ്റ്റ് 32 ഒക്കെ വരുന്നുണ്ട് കേട്ടോ. -40 ഒക്കെയാണ് നമുക്ക് വെതർ അലേർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്താണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ വലിയ സീനില്ല, കാരണം ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ലൈബ്രറി കാർഡും അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് അതേപോലത്തെ ലൈബ്രറി ഫെസിലിറ്റീസൊക്കെ നമുക്ക് ഫ്രീ ആയിരിക്കും. കൂടെ തന്നെ ഇതേപോലെ പൂള് അതേപോലെ ജിമ്മ് അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു $4 കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മെമ്പർഷിപ്പ് ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു $4 മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 30 or 80 അങ്ങനെയൊക്കെ എന്തോ ആണ് അതിൻ്റെ ഒരു എമൗണ്ട് വരിക. ഞാൻ പിന്നെ മെമ്പർഷിപ്പ് കാർഡായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഞാൻ ഇവിടെ വന്ന സമയത്ത് അത് അപ്രൂവ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതെൻ്റെ ബാഗിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട് തന്നെ. സോ ആ ഒരു സ്പോട്ടിൽ തന്നെ അത് സബ്മിറ്റ് ചെയ്തിട്ട് മെമ്പർഷിപ്പ് കാർഡ് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ട് ടോട്ടൽ $4 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് ആ മെമ്പർഷിപ്പ് കാർഡ് കേട്ടോ, ഞങ്ങൾക്ക് 3 പേർക്കും ഉള്ളത്. പിന്നെ അവർ കയ്യിൽ ഇതേപോലത്തെ ഒരു പാൻറ്റ്, അത് അഡൾട്ട്സിന് മാത്രമാണ് അവരത് കെട്ടിത്തരുന്നുണ്ട്. പിന്നെ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം 6 മണി വരെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ജിമ്മ്, ലൈബ്രറി അതേപോലെ നേരത്തെ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ ഫ്രീ ആയിരിക്കും. പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നൈലോൺ ഡ്രസ്സാണ് പാടുള്ളൂ. സോ നമ്മളത് ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ട് ഇവിടെ. സോ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജിമ്മും കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നപ്പോൾ നമ്മൾ പോകുമായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ ജിമ്മിലേക്ക് അങ്ങനെ വരാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ പോകുന്നത് ചെപ്പൽസും കാര്യങ്ങളൊക്കെ അവിടെ ഒരു റൂമിലാണ് നമ്മളിവിടെ മാറ്റിയിടേണ്ടത്. സോ അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലേക്കാണ് പോകണേ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഭയങ്കര ആഴമാണ്. എനിക്കൊന്ന് 2 ആളിൻ്റെ അത്രയും ആഴമുണ്ട് ഈ ഒരു വെള്ളത്തിലേക്ക്. നമ്മൾ ആ ഒരു ബോർഡിൽ നിന്നിട്ട് ജമ്പ് ചെയ്ത് വെള്ളത്തിലേക്ക് ചാടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഷെസൂന് ചാടണം എന്ന് പറഞ്ഞിട്ട് ചാടിക്കുന്നതാണ്. കാരണം ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളത് മുടക്കാനും നിന്നില്ല. ആൾ ഫസ്റ്റ് ടൈം അടിപൊളിയായിട്ട് ചാടി കേട്ടോ. 2ാമത്തെ തവണ ചാടാൻ നേരത്തെ കുറച്ച് പേടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വെള്ളത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ഒരുപാട് ആഴത്തിലേക്ക് പോയിട്ട് പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചെറിയതായിട്ട് പേടിയൊക്കെ വരും കേട്ടോ. ഞങ്ങളെല്ലാവരും ചാടിയിട്ടുണ്ടായിരുന്നു. പിള്ളേരെ തന്നെ 6 മാസം ജനിച്ചിട്ട് 6 മാസം ആകുമ്പോൾ തന്നെ ഇവിടെ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ള പിള്ളേർ ഇവിടെ ചാടുന്നതുകൊണ്ട് തന്നെ ഇവർ ഒരിക്കലും തടയാനൊന്നും പോകുന്നില്ല കേട്ടോ. പിന്നെ അവൻ്റെ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് നമ്മൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചാടിച്ചാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചാടി. ഇവിടെ വീഡിയോ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും നമുക്ക് എടുക്കാനുള്ളൊരു പെർമിഷൻ ഇല്ല. പക്ഷെ ഞങ്ങൾ ഷെസു ചാടുന്നതുകൊണ്ട് തന്നെ ഷെസുവിൻ്റെ ആ ഒരു ക്ലിപ്പൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് എടുത്ത സമയത്ത് എല്ലാവരുടെയും ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇത്. ഞങ്ങൾ 3 ഫാമിലീസായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 3 ഫാമിലീസും ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളത്തിലേക്ക്. പിന്നെ ഇതിപ്പോൾ ഞാൻ ചാടാൻ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ചാടി. ഞാനൊരു 3-4 തവണ ചാടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചാടി പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബ്രീത്ത് എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ.
പിന്നെ കുറേ നേരം വെള്ളത്തിൽ കിടന്നിട്ടാണോ എന്നറിയില്ല, എല്ലാവർക്കും വിശപ്പും ദാഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഷിസു അവിടെ നിന്നിട്ട് എന്തോ സ്നാക്സൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പിന്നെ നമുക്ക് വാട്ടർ അത്ര തണുത്ത വെള്ളമൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കത് കഴിഞ്ഞാൽ ഹോട്ട് വാട്ടർ ബാത്ത് ഉണ്ട്, ചൂടുവെള്ളത്തിൽ കുറേ നേരം നമുക്ക് കിടക്കാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റീം ബാത്ത് ഉണ്ട്. സ്റ്റീമിൻ്റെ അകത്ത് ഒരു റൂമിൽ നിറച്ച് സ്റ്റീമായിരിക്കും കേട്ടോ. അപ്പം അതൊക്കെ എന്തോ തെറാപ്പിയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ എല്ലാവരും അതിനകത്ത് കയറി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ പോയതിൻ്റെ പുറത്ത് നമ്മുടെ ഷെസുവിൻ്റെ കുറച്ച് ക്ലിപ്സ് കവർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും ഉച്ചക്കട ഞങ്ങൾ വന്നത് 6 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ ടൈം. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിചാരിച്ചു ഡിന്നറൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അടുത്ത പ്ലാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുത്തെ കാലിക്കറ്റിൽ തന്നെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം എന്നൊരു പ്ലാനിലാണ് പോകുന്നത് കേട്ടോ. കാറിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തേക്ക് കയറുന്നുള്ളതുകൊണ്ട് തന്നെ ജാക്കറ്റ് ഞാൻ കാറിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ നേരെ മധുരൈ കിച്ചണിലുള്ള സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിവിടെ വരുന്നത് കേട്ടോ. ഞങ്ങളിവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി, പിന്നെ എന്താണ് ആന്ധ്രാക്കാരുടെ എന്തോ ദോശ, അതിൻ്റെ ഒരു കോംബോ ഉണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലി, വട, സാമ്പാർ, അങ്ങനത്തെ ഒരു കോംബോ ആയിരുന്നു. പിന്നെ നോർമൽ മസാല ദോശ, അതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു സമയം 10 മണി 10:30 എന്തോ ആയിട്ടുണ്ടായിരുന്നു. 10 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 ഉണ്ടായിരുന്നുള്ളൂ. കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിക്കിളുണ്ടോ? പിക്കിളുണ്ടോ? പിക്കിൾ